ഹായ് വെൽക്കം ഫ്രണ്ട്സ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല പച്ച മാന്തൽ കിട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്ത് കുറച്ച് മാന്തൽ കറി വെച്ച് കുറച്ച് മാന്തൽ വറുത്ത് എന്തെങ്കിലും കുറച്ച് കപ്പയും കൂടെ മേടിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഇത് ഞാൻ 2 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കഴുകി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 സ്പൂണ് ഉപ്പ്, കാരണം നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കണ കൊണ്ട് അത്യാവശ്യം ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കപ്പ ഉള്ളതിനേക്കാൾ കൂടുതൽ വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വെക്കുക. ഓക്കെ, ആ സമയം കൊണ്ട് നമുക്ക് ഇത് കണ്ടോ നല്ല മാന്തൽ കിട്ടിയിട്ടുണ്ട്, പച്ച മാന്തൽ. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രൈ ചെയ്യാനുള്ള മസാല നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല എന്ന് പറയുന്നത് കുറച്ച് കുരുമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മല്ലിപ്പൊടി, ഇത്രയൊക്കെ ഉള്ളൂ മസാലയിൽ. വേറെ മീൻ മസാല, ഫിഷ് ഫ്രൈ മസാല ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. ഉപ്പ് ഇത്ര ചേർത്തിട്ടുള്ളൂ. ഇതും കൂടെ എല്ലാം നന്നായിട്ട് മീനിലെത്തി പിടിക്കുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്കത് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. എന്നിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. നമ്മുടെ കപ്പ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് ഊറ്റിയെടുക്കണം. ഓക്കെ, അത് നമുക്ക് ഊറ്റിയെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഈ മീനൊന്ന് ഇപ്പം കപ്പ വേവുന്ന സമയം കൊണ്ട് മീൻ ഒരു അരമണിക്കൂർ, ഒരു 10-20 മിനിറ്റ് മീൻ ഇരുന്നിട്ടുണ്ട്. മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാൻ വെക്കാം. ഓക്കെ, അതിനായിട്ടൊരു ചീഞ്ചട്ടി എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചത് മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതുപോലെ മീൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കപ്പ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ മീൻകറി ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ കപ്പയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരമുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. തേങ്ങ, കുറച്ച് വെളുത്തുള്ളി, 2 വെളുത്തുള്ളിയും ഒരു 2-3 ചെറിയ ഉള്ളിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മുടെ കപ്പയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടോ, ഒരു 2 പച്ചമുളകും തേങ്ങ, ചെറുള്ളി, 2 വെളുത്തുള്ളി, ഇത്ര സാധനങ്ങളൊന്ന് ക്രഷ് ചെയ്തെടുത്താണ്. അത് കപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. മിക്സ് ചെയ്ത് എല്ലായിടത്തും തേങ്ങ എരിവും പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോഴേക്കും നമുക്ക് മീൻകറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ വേറൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് എല്ലാം കൂടെ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കപ്പ കഴിക്കുമ്പോൾ കുറച്ച് ഒരു മീൻകറി, മീൻ വറുത്തും ഉണ്ടാക്കി, അതാണ് അതിൻ്റെ ഒരു ഭംഗി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒരുമിച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ചതച്ചാണ് കേട്ടോ, മിക്സിയിൽ അരച്ചതല്ല, നന്നായിട്ടൊന്ന് ചതച്ചെടുത്താണ്. അതൊന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കുക. ഓക്കെ, നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് പച്ചമുളക് കട്ട് ചെയ്തിടണം. ഒരു 2-3 പച്ചമുളക് ഒന്ന് കീറി അതിലേക്ക് ഇടുക. അതിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, വഴറ്റിയെടുക്കണം. എന്നിട്ട് നമുക്കിനി മസാല ചേർക്കാം. കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ആദ്യം. പിന്നെ അതിലേക്ക് ഒരു 2 സ്പൂണ് മുളക് പൊടി, 2-3 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാരണം എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. അതിലേക്ക് തന്നെ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ കുറച്ച് ചേർക്കുന്നത് നല്ലതായിരിക്കും, കാരണം കളറിന് വേണ്ടിയിട്ട് നല്ലൊരു കളർ കിട്ടും. എന്നിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കുക. പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കരുത്, ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ മീൻ എത്രയാണോ ഉണ്ട് അതിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തൊന്ന് തിളച്ച് വരണം. നമുക്കതിലേക്ക് അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെള്ളത്തിൽ മുക്കിയിട്ട് വെച്ചാൽ
നമ്മുടെ കുടംപുളി കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം എന്നിട്ട് നന്നായിട്ട് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. ഓക്കെ, അപ്പോഴേക്കും നമുക്ക് ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കപ്പ നമ്മളെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വെച്ചിരിക്കുന്ന കപ്പ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് കപ്പയൊക്കെ ഒന്ന് ഉടച്ച് തേങ്ങയും പച്ചമുളകിൻ്റെ എരിവൊക്കെ പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുത്തി ഇളക്കി മിക്സ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ മീൻ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നല്ല പച്ച മാന്തൽ, നമുക്ക് അതിൻ്റെ കൂടെ ഒരു 2 തേങ്ങാപ്പാരയും കൂടി ഇട്ട് തന്നിട്ടുണ്ട് അണ്ണൻ. അപ്പോൾ അതുകൂടെ കട്ട് ചെയ്ത് വൃത്തിയാക്കി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഓക്കെ, കണ്ടോ, ഇത്ര വെള്ളം പാടുള്ളൂ. മീൻ കറക്റ്റായിട്ട് മുങ്ങി കിടക്കുന്ന പോലെ വെള്ളം ചേർക്കുക. ഒരുപാട് വെള്ളം ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം. ഓക്കെ, കണ്ടോ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. മീൻകറി റെഡി. കണ്ടോ, തൊട്ടിപ്പുറത്ത് നല്ല മാന്തൽ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാം നമ്മൾ അത്യാവശ്യം റെഡി. കപ്പ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല പാത്രത്തിൽ ഇതുപോലെ സെർവ് ചെയ്യാം. കണ്ടോ, നമ്മുടെ നല്ല മാന്തൽ ഫ്രൈ, പിന്നെ നമ്മൾ നല്ല മാന്തൽ മുളകിട്ട മീൻകറി, പിന്നെ കപ്പപ്പുഴുക്കും, പിന്നെ കുറച്ച് തൈരും കൂടെ വേണമെങ്കിൽ അതും. ഓക്കെ, എല്ലാം കൂടെ ചേർത്ത് ഒരു പിടി അങ്ങ് പിടിക്കുക. അടിപൊളിയായിരിക്കും. ഓക്കെ, കണ്ണനാണ് ഞങ്ങൾക്ക് വിളമ്പിത്തരുന്ന ആള്. കണ്ണൻ എല്ലാം വിളമ്പിത്തരില്ല, കണ്ണൻ തൈര് മാത്രമേ വിളമ്പിത്തരുള്ളൂ. അവൻ തൈര് ഐസ്ക്രീം എന്ന് പറയണം. തൈര് ഐസ്ക്രീം വിളമ്പിത്തരാന്ന് പറഞ്ഞിട്ട് എല്ലാവരും. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്.